മാലദ്വീപിൽ മുഹമ്മദ് മൊയ്സു തുടർ ഭരണത്തിലേക്കെന്നുള്ള വാർത്തയാണ്. മൊയ്സുവിന്റെ പാർട്ടി 59 സീറ്റുകളിൽ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിനീത വേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ലീഡാണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഭരണം പിടിക്കുകയാണ് മൊയ്സു. തീർച്ചയായും ആര്യ, മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു. മൊയ്സു തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാലദ്വീപ് പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്, മൊയ്സുവിന്റെ പാർട്ടിയായ പീപ്പിൾ നാഷണൽ കോൺഗ്രസ് 50 സീറ്റുകളിൽ വിജയത്തിലേക്ക് എത്തുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മൊയ്സുവിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായി നടത്തിയ പ്രസ്താവനകൾ, ഒപ്പം അദ്ദേഹത്തിന്റെ ചൈനയോടുള്ള അടുപ്പം, ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ മാലദ്വീപിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു. മൊയ്സുവിന്റെ പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുമോ എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത്. അതായത് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മൊയ്സുവിന്റെ പീപ്പിൾ നാഷണൽ കോൺഗ്രസ് വീണ്ടും മാലദ്വീപിലേക്ക് അധികാരത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചൈനയുമായി അടുപ്പമുള്ളയാളാണ് മൊയ്സു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. എന്നാൽ ഇന്ത്യയുടെ സൗഹാർദ്ദ നയം പുലർത്തുന്ന മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, അതായത് മൊയ്സുവിന്റെ കടുത്ത വിമർശകർ, ഇന്ത്യയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ പിന്നിലാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, 93 സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 59 സീറ്റുകളിൽ 50-ലധികം സീറ്റുകളിൽ ഇപ്പോൾ മൊയ്സുവിന്റെ പാർട്ടി വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 47 സീറ്റാണ്. അതുകൊണ്ട് തന്നെ മൊയ്സുവിന്റെ പാർട്ടി അധികാരത്തിലെത്തുമെന്നും ഉറപ്പാണ്. രാജ്യത്തിന്റെ, അതായത് മാലദ്വീപുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിയതിൽ വലിയ വിമർശനമാണ് ആ സമയത്ത് ഉയർന്നിരുന്നത്. എന്നാൽ മൊയ്സുവിന്റെ നയങ്ങൾ അംഗീകരിക്കുന്നു മാലദ്വീപിലെ ജനങ്ങൾ എന്നതാണ് ഇതിന്റെ സൂചന എന്നാണ് പീപ്പിൾ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തു. ഏതായാലും ചൈനയുമായി കൂടുതൽ അടുക്കുന്ന മൊയ്സു വീണ്ടും ഭരണത്തിലെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ല. ഇന്ത്യ മാലദ്വീപിന് നേരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാണ്. ഏതായാലും മൊയ്സു വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഇന്ത്യയോടുള്ള സമീപനം എന്നത് തന്നെയാണ് ശ്രദ്ധേയം. മുൻ നിലപാടുകൾ തിരുത്താൻ തയ്യാറാകുമോ, അതോ ചൈനയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാകുമോ എന്നത് തന്നെയാണ്. മാലദ്വീപിന്റെ എക്കാലത്തെയും സുഹൃത്തായ ഇന്ത്യയെ പിണക്കരുത് മൊയ്സു എന്നൊരു അഭിപ്രായമാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ നൽകുന്ന ഉപദേശം. അതുകൊണ്ട് തന്നെ മൊയ്സുവിന്റെ ഇനിയുടെ നിലപാടുകൾ നിർണായകമാകുകയും ചെയ്യും. ഏതായാലും ഒടുവിലത്തെ ഫലസൂചനകൾ വരുന്നതിനായി നാളെ രാവിലെയാകും. എങ്കിൽ പോലും 59 സീറ്റുകളിലധികം വിജയം സ്വന്തമാക്കിക്കൊണ്ട് മൊയ്സു വീണ്ടും മാലദ്വീപ് പ്രസിഡന്റ് ആകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത്. ശരി, മൊയ്സുവിന്റെ പാർട്ടി 59 സീറ്റുകളിൽ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.